ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി മദ്യപിച്ച് കാർ ഓടിച്ച് പോകുന്ന വീഡിയോ മൊത്തത്തിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആന്റണി ഒപ്പിച്ച പണിയായിരുന്നു കേട്ടോ. എന്നാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അതിന് മറു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതിയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ട് തന്റെ മകനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നുള്ള കാര്യം ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന രവിയെ കാണിച്ചിട്ടായിരുന്നു എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ച സമയത്ത് വണ്ടി തരില്ല എന്നുള്ള മട്ടില് സച്ചി അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. എന്നാൽ സച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കി സച്ചിയുടെ രണ്ടാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം പോലീസുകാര് സച്ചിയുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു വിളിക്കുകയാണ്. അതുപ്രകാരം സച്ചിയും ശ്രീകാന്തും കൂടെ രേവതിയും ഉണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന സച്ചിയുടെ അടുത്ത് സച്ചിയുടെ ഇൻസ്പെക്ടറല്ലേ വരാൻ വേണ്ടി പറഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചി അവിടെ തന്നെ മടിച്ചു നിൽക്കുമ്പോൾ സച്ചിയുടെ മേല് തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യം ഇപ്പൊ തെളിഞ്ഞില്ലേ, പിന്നെന്താ സച്ചിയുടെ നമുക്ക് വണ്ടി മേടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് രേവതി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവാണേ. സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, ശരിക്കും സച്ചി നീ ഭാഗ്യം ചെയ്തവനാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത്. എന്തായാലും ചെല്ല് ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഇൻസ്പെക്ടർ റൂമിൽ എത്തുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. രേവതിയെ കാണുമ്പോൾ നീയാണോ സച്ചിയുടെ ഭാര്യ എന്ന് ചോദിക്കുന്നുണ്ടേ. അതേ എന്ന് പറയുമ്പോൾ നിങ്ങളും ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. വേണ്ട സാർ എന്ന് പറഞ്ഞിട്ട് സച്ചി മടിച്ചു നിൽക്കുമ്പോൾ അല്ല ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് നിർബന്ധിച്ച് ഇരുത്തുവാണ് കേട്ടോ ഇൻസ്പെക്ടർ. നിങ്ങൾക്ക് ചായ പറയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും പോയിട്ട് ചായയും അതുപോലെ വടയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി സർ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇവിടുന്ന് വരാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയുമ്പോ നീ രണ്ടാമതിട്ട വീഡിയോ ഞാൻ കണ്ടു, അപ്പോഴാണ് നിന്റെ പേര് തെറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. തുടർന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. രേവതി നീ എന്താ പഠിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് +2 വരെ എന്നുള്ള കാര്യം പറയുമ്പോ നീ വളരെ ബുദ്ധിശാലിയാണ്, എവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയാൻ വേണ്ടി പറ്റുമോ എന്നുള്ളിടത്ത് പോയി തന്നെ നീ അന്വേഷിച്ചു, അതും ബാറിലേക്ക് നീ നേരിട്ട് പോയില്ലേ, നിനക്ക് ഭയമൊന്നും തോന്നിയില്ലേ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോ ഇല്ല സർ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സച്ചിന്റെ പേര് കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്, അപ്പൊ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. രേവതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നീ സച്ചി വീഡിയോയിൽ പറഞ്ഞില്ലേ നിനക്ക് പറ്റിയ ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം, അത് സത്യം തന്നെയാണ്. ഇവിടെ എന്തോരം കേസുകൾ ഒരു ദിവസം വരും എന്നുള്ള കാര്യം അറിയോ? ഭർത്താവ് ചെറുതായിട്ടൊന്ന് ചീത്ത വിളിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കേസ് കൊടുക്കുന്ന പെൺകുട്ടികളാണ്. എന്നാൽ ഇവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ സ്വന്തം പേര് ചീത്തയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ എപ്പോഴേ വിട്ടിട്ട് പോയേനെ. എന്തായാലും നീ ഭാഗ്യം ചെയ്തവനാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുമ്പോ കറക്റ്റാണ് സർ, ഇവളെ ഇങ്ങനെ പോരാടിയിട്ട് എന്റെ പേര് കാത്തു സൂക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവസാനം വരെ ആരും എന്നെ വിശ്വസിക്കില്ലായിരുന്നു. സാറും എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും പിന്നെ എന്റെ ജീവിതമാർഗം പോകുകയും ചെയ്യുമായിരുന്നു. തുടർന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെക്കണ്ട, ഒരു ദിവസം ഒരുപാട് അക്യൂസിനെ കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്നവരെല്ലാവരും അക്യൂസ് ആ ഒരു രീതിയിലാണ് കാണുക. അപ്പോഴേക്ക് ചായ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, അതെടുത്ത് കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീകാന്ത് സർ കാറ് സീസ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം അതോടുകൂടി അവസാനിച്ചേനെ. അത് തെറ്റ് തന്നെയാണെന്ന് ഇൻസ്പെക്ടർ സമ്മതിക്കാണ് കേട്ടോ. ആ വീഡിയോ വൈറലായതോട് കൂടിയിട്ട് കമ്മീഷണർ ഉടനെ തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടാണ് ട്രാഫിക് പോലീസ് വണ്ടി പിടിച്ചത്. ഈ വിഷയം നിങ്ങൾ വലുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞങ്ങൾക്ക് മേലാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സർ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാറ് കിട്ടിയാൽ മതി എന്ന് സച്ചി പറയുമ്പോ അത് കൊണ്ടുപോവാം. അപ്പോഴേക്കും ഒരു പോലീസുകാരന്റെ പേര് വിളിച്ചിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഈ അവനെന്ന് പറയുന്നത് ആന്റണിയാണ്. ആന്റണിയെ അവിടെ കൊണ്ടു നിർത്തിയതിനു ശേഷം ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവനാണോ ആ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും അതെ സാർ, ഈ പെറുക്കി തന്നെയാണ് അത് എടുത്തത്. അപ്പോഴേക്കും ആന്റണി ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ള കാര്യം. ഇത് കേട്ട ഉടനെ തന്നെ ഇൻസ്പെക്ടർ, നീ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ നീ നിന്റെ പണി പുറത്തിറക്കിയല്ലേ, നീ ഇവരുടെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സാർ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആന്റണി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോ എടാ CCTV ദൃശ്യങ്ങളിൽ നിന്റെ ഫോട്ടോ കറക്റ്റ് ആയിട്ട് അതിനകത്തുണ്ട്,
കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പോലീസുകാർ ചോദിക്കുന്നതെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, സർ ഇവർ ശരിക്കും കുടിച്ചെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടത്. അത് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? ഓ, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ നീ അധിക പലിശയ്ക്ക് പണം കൊടുക്കുന്നത്? നീ എന്താ വിചാരിച്ചത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണോ? പക്ഷേ നീ ചെയ്ത പണി കാരണം ഇതാ ഇവനാണ് കെട്ടപ്പേര് വന്നത്. ആ വീഡിയോ കാരണം ഞങ്ങളും പോയിട്ട് കാറ് സീസ് ചെയ്തു. ഇപ്പോ ഞങ്ങളുടെ മേലല്ലേ ചോദ്യം വരിക? തുടർന്ന് രേവതി പറയുന്നുണ്ട്, സർ ഓൾറെഡി ഇവന് ഞങ്ങളോട് ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് സർ ഇങ്ങനെയൊക്കെ ചെയ്തത്. രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ, സച്ചേട്ടന്റെ പേര് ചീത്തയാക്കുന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കംപ്ലൈന്റ് തരികയാണ്, സാറ് ഇവൻ അറസ്റ്റ് ചെയ്യണം. മറ്റൊരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആന്റണിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേസാക്കൊന്നും വേണ്ട, നഷ്ടപരിഹാരമായിട്ട് ഇവനടുത്ത് 1 ലക്ഷം രൂപ മേടിച്ചു തരാം, അതങ്ങ് വിട്ടേക്ക് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ഇൻസ്പെക്ടർ പറയുമ്പോൾ നമ്മുടെ ആന്റണിക്കും വലിയ സന്തോഷമാവാണ് കേട്ടോ. എന്നാ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, സർ ഇവൻ തന്നെ ഒരു കള്ളനാണ്, ഇവന്റെ കള്ളപ്പണം എനിക്ക് എന്തിനാണ്? ഇതുപോലെ തെറ്റായിട്ടുള്ള ന്യൂസുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള ഒരു തോന്നല് എല്ലാവർക്കും ഉണ്ടാവണം സർ. ഇങ്ങനെ കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ജീവിക്കുന്നവർക്ക് അതൊരു പാടാവുകയും വേണം സർ. അതുകൊണ്ട് സർ ഇവനെ അറസ്റ്റ് ചെയ്യൂ. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇവനെ FIR ഇട്ടിട്ട് അകത്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആന്റണി അവിടുന്ന് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സർ ഒരുപാട് നന്ദി എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. തുടർന്ന് അവിടെ സൈൻ ചെയ്തതിന് ശേഷം ചാവി എടുത്തിട്ട് പോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയാണ് നമ്മുടെ സച്ചിയുടെ അടുത്ത്. ഇൻസ്പെക്ടർ ശരി എന്ന് പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. പോകുന്ന സമയത്ത് ആന്റണി അവിടെ നിൽക്കുന്നത് കാണുവാണേ. ഇത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവൻ ചെയ്യേണ്ട പണിയെല്ലാം ചെയ്തിട്ട് എന്നെ കണ്ടിട്ട് നിങ്ങളെ കുടിയനാന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയവനാണ്. ഇവനെയൊന്നും ശരിക്കും സ്റ്റേഷനിൽ നിർത്തല്ല വേണ്ടത്, പുറത്തായിരുന്നെങ്കിൽ സച്ചിയുടെ കൈ കൊണ്ട് 4 അടി കൊടുക്കണമായിരുന്നു. ഇത് കേട്ട ഉടൻ തന്നെ സച്ചി അതിനിപ്പോ എന്താ ആന്റണി എന്ന് പറഞ്ഞിട്ട് ചെന്ന് വിളിക്കാൻ കേട്ടോ. അതിന്റെ തിരിയുമ്പോഴത്തേക്ക് 4 എണ്ണം അങ്ങ് പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴേക്ക് പോലീസുകാരൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഇവരെ പിടിച്ച് ലോക്കപ്പിലിട്. നീ എന്താ സച്ചി വിചാരിച്ചിരിക്കുന്ന എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സോറി സർ എന്റെ വൈഫിന്റെ ചെറിയൊരു ആഗ്രഹം, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എന്ന് കരുതിയിട്ട് സ്റ്റേഷനിലുള്ളിലാണോ ഇങ്ങനെ നിന്റെ കളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോറി സാർ എന്ന് പറയാൻ കേട്ടോ സച്ചി. അങ്ങനെ സച്ചിയുടെ അടുത്ത് വേഗം അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇതെന്ന്. പക്ഷെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങി പോകുന്ന സമയത്ത് ശരത്ത് അവിടെ ഉണ്ട് കേട്ടോ. ഇവര് കാണണ്ടെന്ന് വെച്ചിട്ട് ശരത്ത് മാറി ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രേവതി ശരത്തെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അപ്പോഴേക്കും ശരത്ത് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ആ പൊറുക്കിയെ കാണാൻ വേണ്ടി വന്നതാണോ? അവൻ ചെയ്ത പണി നീ കണ്ടല്ലോ. സച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പണി ഒപ്പിച്ചെന്നുള്ള കാര്യം കണ്ടില്ലേ? ഇതുകൊണ്ടാണ് ഈ കള്ളന്റെ കൂടെ നിന്റെ അടുത്ത് ചുറ്റി കറങ്ങരുത് എന്നുള്ള കാര്യം ഞാൻ അത്രയും പറഞ്ഞത്. ഇതോടെ നീ അവന്റെ കൂടെയുള്ള നടപ്പ് വിട്ടോണം എന്നുള്ള കാര്യം പറയാണ് രേവതി. അതേപോലെ തന്നെ ശ്രീകാന്തും പറയുന്നുണ്ട്, ശരത്തെ നീ പഠിക്കുന്നവനല്ലേ, ഇതുപോലത്തെ ക്രിമിനൽസിന്റെ കൂടെയൊന്നും നടക്കല്ലടാ, അത് നിന്റെ ഫ്യൂച്ചറിന് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് രേവതി, നീ അവന്റെ കൂടെ ഇനിയും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇനി നീ അവന്റെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ തന്നെ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ മറ്റേ കൈ ഓടിക്കും. എന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് വെട്ടേക്ക് രേവതി, ഇതെല്ലാം കണ്ടിട്ടെങ്കിലും അവന് ബോധം വന്നു കഴിഞ്ഞാൽ നല്ലത്. എന്തായാലും വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. അത് കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രവി ചന്ദ്രയെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവാണ് കേട്ടോ. എന്താ നിങ്ങൾ വിളിച്ചു പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ഈ വീട്ടിൽ നിനക്ക് മാത്രമേ ഒച്ചത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല അതൊന്നും. ശബ്ദമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യമെന്ന് പറയും. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെയാണ് അത് ബാധിക്കുക. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും പറ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എടാ സുധി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ അച്ഛ എന്ന് പറഞ്ഞു ചെല്ലുന്നുണ്ട്. ശ്രീകാന്ത് അവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് ശ്രീകാന്ത് വർഷയെന്ന് എല്ലാവരെയും വിളിക്കാൻ കേട്ടോ. പക്ഷെ ശ്രീകാന്ത് അവിടെ ഇല്ലല്ലോ, വർഷ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. സുധിയാണെന്നുണ്ടെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് അച്ഛ എന്ത് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരുടെയും കൂടെ ചെന്നിട്ട് ഞാനും പൊട്ടനായി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് സുധി ചോദിക്കുമ്പോ ഒരു നല്ലവനെ ശിക്ഷിച്ചതിന്റെ കുറ്റബോധത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് അങ്കിള് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാവർക്കും പടമായിട്ട് തന്നെ കാണിക്കാം. ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണാലെ കാണുന്നതും കാതാലെ കേൾക്കുന്നത് എല്ലാം
സത്യമാകണമെന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും പറയും എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. എന്നാൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മേല് തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടെത്തി അത് തെളിവോട് കൂടിയിട്ട് ഹാജരാക്കി. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര വയ്ക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആരെ കുറിച്ചിട്ടായി പറയുന്നത്? ഇപ്പൊ കാണാം, എടാ ഈ ഫോണിലുള്ളത് ടിവിയിൽ വെക്കടാ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ വെക്കാനല്ലടാ പറഞ്ഞെന്നുള്ള കാര്യം ഒച്ചത്ത് പറയുമ്പോഴേക്കും ആ ശരിയെന്ന് പറഞ്ഞിട്ട് വേഗം കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും വന്നിട്ട് കാണാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രവി ഭയങ്കര ചൂടാവുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ആന്റി എന്താ പ്രശ്നം ചോദിക്കുകയാണെ. അറിയില്ല, വാ കാണാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെന്നിരിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ ആ വീഡിയോ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഈ വീഡിയോന്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാറിൽ സച്ചി മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ളത് തെളിവ് സഹിതം വീഡിയോ സഹിതം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ രവി. വീഡിയോ കാണുന്ന സമയത്താണ് അതിലെ ആന്റണിയെ പോലെ ഉണ്ടല്ലോ കാണാൻ, ഇവൻ എന്തിനാ സച്ചിയെ പെടുത്തിയത് എന്ന് ശ്രുതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ മനസ്സില്. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്കിൾ അന്ന് സച്ചേട്ടൻ കുടിച്ചിട്ടില്ലായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ വർഷേ, അതെ അന്ന് അവൻ ഒരുപാട് പറഞ്ഞു. അവൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും നാളായിട്ട് അവൻ എന്റെ അടുത്ത് ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അവൻ എന്നെ വിശ്വസിക്കാതെ പോയി. എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് സംശയം തോന്നാണ് കേട്ടോ. അച്ഛ ഇത് ശരിക്കും സത്യം തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ, ഒരു പക്ഷേ അവനും അവന്റെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് സെറ്റപ്പ് ചെയ്തതാണെങ്കിലോ. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആടാ, ഒരുപക്ഷെ അതിനുള്ള ചാൻസ് ഉണ്ട്. അവനും അവന്റെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ അതും ചെയ്യും. ഇത് കേൾക്കുമ്പോ വായൊന്ന് അടയ്ക്കുന്നുണ്ടോ? അമ്മയും മോനും ഒരുപോലെ ചിന്തിക്കുന്നത് കണ്ടില്ലേ? അവന്റെ മേലെ തെറ്റുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ വിശ്വസിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയില്ല? ഇപ്പൊ തെളിവോട് കൂടിയിട്ട് പ്രൂവ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും സംശയം മാറിയില്ല അല്ലേ? എന്തോ ഇത്, ഒരാള് ചീത്ത ആളാണെന്നുള്ള കാര്യം നോക്കി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം ചീത്തതായിട്ട് തന്നെ തോന്നുള്ളൂ. രവിയുടെ സംസാരം കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞത് ശരി തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തെറ്റ് വന്നാലും ശരി വന്നു കഴിഞ്ഞാലും അത് അപ്പാടെ എല്ലാവരും വിശ്വസിക്കും. ഇത് കാരണം എത്ര പേർക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സച്ചേട്ടൻ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ മകനെ സംശയിച്ചിട്ട് അവൻ പറയുന്നത് കേൾക്കാതെ ഞാന് അവനെ ശിക്ഷിച്ചു. ഞാന് സച്ചിയെ ഇപ്പൊ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രേ നീ പോയിട്ട് ആരതി എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ആരതിയോ എന്തിനെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോ അവരെന്താ വലിയ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണോ വരുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്ന് അവളുടെ ഭർത്താവിന്റെ മേല് ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ തെളിവോട് കൂടിയിട്ട് ഹാജരാക്കിയിരിക്കുകയാണ്. ഇത് വലിയ കാര്യം തന്നെയാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോ നിന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്, നിന്റെ അടുത്ത് പോയിട്ട് എടുത്തിട്ട് വരാനാ പറഞ്ഞത്. പോയി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോ ചന്ദ്രമതി വേഗം പോയിട്ട് എടുത്തിട്ട് വരുവാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഉള്ളിലേക്ക് വാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. സച്ചിയെ കാണുമ്പോ രവി ഇങ്ങനെ ഒരു സങ്കടഭാവത്തോടു കൂടി നോക്കി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ രവി കുറച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് സച്ചിയേട്ടാ വാ ഉള്ളിലേക്ക് കയറി വാ എന്ന് പറയുമ്പോ രവി അവന്റെ അടുത്ത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറ എന്ന് പറയുന്നു കേട്ടോ. ചെറിയൊരു ദേഷ്യഭാവം പോലെയാണ് കാണിക്കുന്നത്. ഇത് കാണുമ്പോ ശ്രീകാന്തിന് വിഷമാവുന്നുണ്ട്. അച്ഛ ഇപ്പോഴും സച്ചിയേട്ടനോട് ദേഷ്യമാണോ? സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. അച്ഛൻ ആ വീഡിയോ കണ്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എല്ലാം കണ്ടടാ എന്ന് പറയുന്നുണ്ട് രവി. അപ്പോഴേക്കും വർഷ വന്ന് പറയുന്നുണ്ട്, ശ്രീകാന്ത് ഞങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആരതിയൊക്കെ റെഡി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രവി ശ്രുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വർഷ നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് അവർക്ക് 2 പേർക്കും ആരതി എടുക്കാൻ വേണ്ടി പറയുകയാണേ. അങ്ങനെ 3 പേരും കൂടി ചേർന്നിട്ട് ആരതി എടുക്കുവാണ് കേട്ടോ. അവര് ആരതി എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സച്ചി അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ആരതിയുടെ ആ തട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ എന്തോ പോലെ ആയ അവസ്ഥയിലാവുന്നുണ്ട്. തുടർന്ന് സച്ചിൻ രേവതിയും കൂടി ഉള്ളിലേക്ക് കയറി വരുവാണ്. സച്ചി നേരെ അച്ഛന്റെ അരികിൽ ചെന്ന് നിൽക്കുവാണേ. അരികിൽ ചെന്ന് നിൽക്കുന്ന സച്ചിയുടെ ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് വായ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാണേ. ഉള്ളിൽ കയറിയതിനു ശേഷം ഒരൊറ്റ കെട്ടിപ്പിടുത്തും കരച്ചിലുമാണ് കേട്ടോ. സച്ചി നീ എന്നോട് ക്ഷമിക്കടാ എന്ന് പറയുമ്പോഴേക്കും അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? അതല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. പിന്നെ വാക്കുകളൊന്നും കിട്ടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, എടാ ആര് നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കണ്ടായിരുന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. എടാ നീ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കുടിച്ചിട്ട് ചുറ്റുന്ന സമയത്ത് ആരും എന്നെ സംശയിക്കാറില്ല. പക്ഷെ കുടിക്കാതെ ഞാൻ നിന്നിട്ടും ആരും എന്നെ വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ള കാര്യം, ആ വാക്ക് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയടാ.
നിന്നെ ഞാൻ അടിക്കാൻ വരെ കൈയോങ്ങി നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴേക്കും അച്ഛാ അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, അച്ഛൻ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ, ഞാൻ മേടിച്ചോളാം, പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കരുത് അച്ഛാ, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രവിയുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ട്. ശേഷം രവി പറയുന്നുണ്ട് ശരി എല്ലാം വിടടാ എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് അച്ഛ സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ചത് രേവതി ചേച്ചി എന്ന് പറയുമ്പോ അറിയാടാ രേവതി, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പുരാണത്തില് ഒരു കഥയുണ്ട്, ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവും ഭർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഭാര്യയും കുറിച്ചിട്ട്. പണത്തിനൊക്കെ അപ്പുറമായിട്ട് അവരുടെ പേരാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സച്ചിക്ക് നല്ലൊരു ഭാര്യയായിട്ട് നീ എന്നും ഉണ്ടാകും. നിന്റെ വളർച്ചയ്ക്ക് അവൻ മുന്നിൽ നിൽക്കുമ്പോ അവന്റെ ഗൗരവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നിൽക്കും. ഇതൊന്നും കേൾക്കുമ്പോ ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിക്ക് അത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ രണ്ടുപേരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രവി. ഇത് കേൾക്കുമ്പോ സച്ചിക്കും രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇതുപോലെ തന്നെ പരസ്പരം വിട്ടുകൊടുക്കാതെ ഒരാള് തുണയായിട്ട് അവസാനം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയാണേ. അതൊക്കെ ഉണ്ടാവും അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ നിൽക്കും അച്ഛാ. അത് കഴിഞ്ഞ് സച്ചി നമ്മുടെ ചന്ദ്രയും അതുപോലെ ശ്രുതിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ തലയും താഴ്ത്തിട്ട് ഒരുമാതിരി ആയ പോലെ ഇങ്ങനെ നിൽക്കുവാണേ. പക്ഷെ അങ്ങോട്ടേക്ക് രേവതി അങ്ങ് ചെല്ലുവാണേ. അമ്മേ, നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചതുപോലെ എന്റെ ഭർത്താവിനെ ഞാനും ആദ്യം തെറ്റിദ്ധരിച്ചു. എന്നാൽ സച്ചേട്ടൻ വന്നിട്ട് തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഞാനും വിശ്വസിച്ചു. കാരണം എനിക്ക് സച്ചേട്ടന്റെ മനസ്സറിയാം. എന്തായാലും ഇപ്പോഴാരും എന്നെ കുടിയന്റെ ഭാര്യ എന്നുള്ള കാര്യം പറയില്ലല്ലോ. ഇത് കേൾക്കുമ്പോ ചന്ദ്രപതിയുടെ നോട്ടം നോക്കുകയാണ് കേട്ടോ രേവതിയെ. പക്ഷെ ഒന്നും തിരിച്ചു പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ, നീ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞല്ലേ എന്നൊക്കെ മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി നേരെ ചെല്ലുന്നത് ശ്രുതിക്കരികിലേക്കാണ്. ശ്രുതി എന്ന് വിളിച്ചും കൊണ്ട് ഭർത്താവ് തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദ്യം ചെയ്യാതെ ഇങ്ങനെ വിട്ടത് കൊണ്ടാണ് സച്ചേട്ടൻ ഇങ്ങനെ മാറിയെന്നല്ലേ നീ പറഞ്ഞത്. സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ എന്റെ ഭർത്താവിനെ എനിക്ക് തിരുത്താൻ വേണ്ടി പറ്റാതിരിക്കാം, പക്ഷേ തെറ്റ് ചെയ്യാത്ത ഭർത്താവിനെ എങ്ങനെ രക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് സംസാരിക്കുന്നത് നല്ലതാണെന്ന് പറയാണ്. ശ്രുതിയുടെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി, നീ എന്തിനാ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ പോയി പറയുന്നത്? എന്തോ ഒരു ദിവസം നിന്റെ ഭർത്താവ് കുടിച്ചില്ല എന്നുള്ള കാര്യമല്ലേ നീ തെളിയിച്ചത് എന്ന് കരുതിയിട്ട് എന്തോ അവൻ കുടിക്കാതിരിക്കോ? നീ ഇങ്ങനെ വലിയ വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രുതി നീ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും സുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയും കൂടി കേൾക്കേണ്ടി വരുമല്ലോ. അത് മേടിക്കണ്ടെന്ന് കരുതിയിട്ട് വേഗം നൈസായിട്ട് രണ്ടും കൂടി ഓടിപ്പോയതാണേ. പക്ഷെ അവര് സംസാരിച്ചു പോകുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛാ സച്ചിന്റെ പേര് തെറ്റില്ല എന്നുള്ള കാര്യം കണ്ടിട്ടും എന്തിനാ അമ്മ അങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എടാ അവളിത് ആദ്യമായിട്ടാണോ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത്? ശ്രുതി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കും. സച്ചിയുടെ കാര്യത്തിൽ അവൾ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല, അത് വിട്ടേക്ക്. ശരി, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നതല്ലേ, കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് പൂജാമുറി കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ എന്ന് പറയാണേ. ശരിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും പോവാണ് കേട്ടോ. അങ്ങനെ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ രവി. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്